അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോവിഡ് കാലം മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ഹോസ്പിറ്റലുകളിൽ 10ലധികം തവണ രക്തദാനം നൽകിയ സംഘടനാ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. പ്രസ്തുത പരിപാടിയിൽ ആരോഗ്യ പരിപാലനത്തെപ്പറ്റി ആയുർവേദ ഡോക്ടർ ശ്രീമതി അശ്വിനി മുഖ്യപ്രഭാഷണം നടത്തി. बेटा भी सेकेंड स्टैंडर्ड में है, तो अभी मेरे लिए थोड़ा टाइम निकाल पा रही हूँ. जो एक्चुअली अभी जो इतने बार ब्लड डोनेट किया है उनके मैं कंग्रेचुलेट करना चाहती हूँ. ये छोटी बात नहीं है. मतलब आपको समाज के तरफ से या दूसरों के लिए जो आप फील करते हो उसी वजह से वो काम कर पाए. तो अगर आपके अंदर वो बात नहीं होती तो आप भी सबके जैसे मतलब ये काम करने का सोचते भी नहीं है. अगर एक काम किया, ये कदम उठाया, उसका मतलब आपके मन में कुछ तो दूसरों के हेल्प करने का वो सोच होगा, तभी किए होंगे. तो ऐसे ही मेरे मन में भी अभी मुझे एक पर्पस चाहिए था लाइफ में. जो मेरा ग्रेजुएशन तब BA में किए थे तो आयुर्वेदिक था, तो मुझे ये लगता था कि ചടങ്ങിൽ ECHS റീജിയണൽ ഡയറക്ടർ കേണൽ നവൽ ഖട്ടി, സംഘടനാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, സെക്രട്ടറി രാജീവ് RC നായർ എന്നിവർ പ്രസംഗിച്ചു. എങ്ങനെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനൊക്കെ പറ്റി നമുക്ക് പരസ്പരം സംസാരിക്കാൻ കൂടിയുള്ള ഒരു വേദിയായിട്ടാണ്. കാരണം നമ്മൾ പലപ്പോഴും സംഘടനകളുടെ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ മാറി നിൽക്കുന്നത് കൊണ്ട് ക്ഷീണിക്കുന്നത് ആരാണ്? സംഘടന ക്ഷീണിക്കും, അത് ഉറപ്പാണ്. സംഘടനയോടുകൂടി നമ്മുടെ എക്സർവീസിനും കമ്മ്യൂണിറ്റിക്ക് കൂടെ ആ ക്ഷീണം ഉണ്ടാവും. അതിന് വലിയ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവുകളുടെ എല്ലാം പറഞ്ഞു, ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു സൈനികൻ സർവിംഗ് ആയിട്ടുള്ളത് കോൾ ചെയ്യുന്നു. നമ്മുടെ അംഗമാണ്. അദ്ദേഹം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നപ്പോഴാണ് അയാൾ 2021 നമ്മുടെ സംഘടനയിൽ ചേർന്നതാണ്. അത് കഴിഞ്ഞ ആഴ്ചയാണ് പുള്ളി ഫോൺ വിളിക്കുന്നത്. കാരണം എൻ്റെ ഫോണിലെ നമ്പർ സേവ് ആയിരുന്നത് കൊണ്ട് ഞാൻ എടുത്തു, സംസാരിച്ചു. കാരണം പുള്ളിക്കൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. കാരണം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്ന ആളുകളെല്ലാം നമ്മുടെ ലോക്കൽ രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രബലരായ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇയാൾ അവിടെ പോയപ്പോൾ എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല. അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അപ്പം സാധാരണ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്ന ഒരു രീതി എക്സിക്യൂട്ടീവുകൾക്ക് അറിയാം. നമ്മളുമായിട്ട് സജീവമായി നിൽക്കുന്ന അംഗമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടപെടാറുള്ളൂ. പക്ഷേ പുള്ളിയുടെ ശബ്ദത്തിൽ എനിക്ക് കേട്ട ഒരു പതർച്ച കാരണം എന്ത് ചെയ്തു? അപ്പോഴും തന്നെ അവിടെയുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ച് സംസാരിക്കുകയും അടുത്തൊരു അയൽപക്കക്കാരനുമായിട്ടുള്ള ഒരു തർക്കവും അതൊരു അടിപിടിയിലേക്ക് പോവുകയും ചെയ്ത ഒരു കേസാണ്. അതവിടെ വളരെ നല്ല രീതിയിൽ ഇടപെടൽ കൊടുത്ത് പുള്ളിയെ നമുക്ക് അവിടെ നൂരാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം എന്താണ്? ആ പുള്ളി ഓഫാണ്. അംഗങ്ങളുടെ മേഖലകളിൽ അറിയപ്പെടുന്ന മേഖല സമൂഹത്തിൽ ക്യാൻസർ, വൃക്ക, കരൾമാറ്റ ശസ്ത്രക്രിയ, അതുപോലെ ക്രോണിക്കായുള്ള അസുഖങ്ങൾ വന്നവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ അംഗങ്ങൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് വരികയും അതിനെ ഫിൽറ്റർ ചെയ്ത ശേഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെ 40ലധികം പേർക്ക് കൊടുക്കുകയും ചെയ്യും. ഈ 40 ആപ്ലിക്കേഷൻ നമ്മുടെ പെൻഡിങ് ഇരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ അംഗങ്ങളായ 2-3 പേർക്ക് തന്നെ നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതാണ് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ. ബ്ലഡിന്റെ മോശം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഓക്സിജൻ എന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അംഗങ്ങളെ ഏതാണ്ട് 700ലധികം പേർക്ക് കൊടുത്തു കഴിഞ്ഞു. അതിൽ തന്നെ നമ്മുടെ അംഗങ്ങളായി തന്നെ 50ലധികം തവണ കൊടുത്ത ആൾക്കാരുണ്ട്. അതിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 10ലധികം തവണ കൊടുത്ത നമ്മൾ 10 മെമ്പേഴ്സ് ഉണ്ട്. 10ലധികം എന്ന് പറഞ്ഞാൽ 10 തൊട്ട് മേളിലോട്ട് 20, 30, 40, 50 വരെയാണ്. അതിൽ 4 പേര് ലീവിലാണ്. അതിലാണ് നമ്മളെ 10 പേരെ ഇന്ന് ഈ വേദി വെച്ച് നമ്മൾ ആദരിക്കുകയാണ്.